അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയട്ടെ. പോളൻസ് വേണം. അപ്പോൾ ഞാൻ ഡബിൾ കളറിലുള്ള 2 പോളൻസാണ് എടുത്തിരിക്കുന്നത്. വൈറ്റും എടുത്തിട്ടുണ്ട്, ഒരു വയലറ്റ് ടൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫോം ഫ്ലവർ ഉണ്ട്, അതും ഡബിൾ കളറിൽ തന്നെയാണ്, വയലറ്റും വൈറ്റും. പിന്നെ ഫെൽറ്റ് ഷീറ്റ് ഇതേപോലെ ഈ ഒരു സൈസിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ B7000ൻ്റെ ഗ്ലൂ, ഹെയർ ബാൻഡ്, ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. ആദ്യം നമുക്ക് ഈ ഫോം ഫ്ലവറിനെല്ലാം ഒരു കമ്പി ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒരു കമ്പി ഉണ്ടാവും അതുമേ. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. എൻ്റെ വൈറ്റിൻ്റെതും കളയണം, ഈ വയലറ്റിൻ്റെതും കളയണം. രണ്ടും ഫുൾ ഫിനിഷിംഗ് ആയിട്ട് തന്നെ ആ കമ്പി കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഒട്ടിക്കുമ്പോൾ ഒക്കെ ഒരു കമ്പിയുടേതും എന്താ പറയുക കറക്റ്റായിട്ട് നിൽക്കാതൊക്കെ വരും ഒട്ടിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കട്ട് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട്, എല്ലാം ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോളൻസും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. പോളൻസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചൊരു തണ്ട് ഇട്ടിട്ട് വേണം ഇതിൽ കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ വയലറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെയാണ് വൈറ്റും കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു. പോളൻസും കട്ട് ചെയ്തു, ഫോം ഫ്ലവറും കട്ട് ചെയ്തു. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ B7000ൻ്റെ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂവിന് എന്ത് വേണം, നമ്മൾ ഫോം ഫ്ലവറിൽ നല്ലോണം അപ്ലൈ ചെയ്യാം. നല്ലോണം അപ്ലൈ ചെയ്തിട്ട് ഫെൽറ്റ് ഷീറ്റിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. കാരണം നമുക്ക് ഒരു സൈഡിൽ തന്നെ 2 ഫോം ഫ്ലവറല്ലേ വെക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കും. ഇപ്പം നമ്മൾ വൈറ്റ് ഫോം ഫ്ലവറിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലൂ നല്ലോണം അപ്ലൈ ചെയ്തിട്ട് അതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുത്തു. ഒരു സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒരു സൈഡിൽ തന്നെ 2 ഫോം ഫ്ലവറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, വയലറ്റും വൈറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് പോളൻസ് ആണ്. പോളൻസ് നമ്മൾ ഈ 2 ഫോം ഫ്ലവർ വെച്ചതിൻ്റെ ഇടയിലാണ് നമ്മൾ പോളൻസ് വെച്ചിട്ടുള്ളത്. നമ്മൾ വീണ്ടും ഈ വൈറ്റും വയലറ്റും ഫോം ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ വയലറ്റും വൈറ്റും അല്ല വെച്ചേ, അതിന് ശേഷം വയലറ്റിൻ്റെ മേലെ നമ്മൾ വൈറ്റാണ് വരുന്നത്, വൈറ്റ് ഫോം ഫ്ലവറാണ് വരേണ്ടത്. അങ്ങനെ 2 കളറും ചേഞ്ച് ചെയ്തിട്ടാണ് പോകേണ്ടത്. അതിനുശേഷം പിന്നീട് എടുക്കുന്ന ഫസ്റ്റിൽ നമ്മൾ വൈറ്റ് പോളൻസാണ് എടുത്തതെങ്കിൽ രണ്ടാമത് എടുക്കേണ്ടത് വൈറ്റാണ്. വയലറ്റിൻ്റെ നേരെ ഫോം ഫ്ലവറിൽ വയലറ്റിൻ്റെ നേരെ തന്നെ നമ്മൾ വൈറ്റ് പോളൻസാണ് പിന്നെ വരുന്നത്. അത് ഇതേപോലെ തന്നെ ചേഞ്ച് ചെയ്താണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ വേണ്ട, ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാകും എങ്ങനെയാണ് ഇത് വെക്കേണ്ടതെന്ന്. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം.
നമുക്ക് ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഫെൽറ്റ് ഷീറ്റിൽ നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്യുക. വീണ്ടും ഞാൻ സെയിം അളവിൽ തന്നെ ഒരു ഫെൽറ്റ് ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബാക്ക് പോർഷനിൽ ഒട്ടിച്ച് കൊടുക്കാനാണ്, അല്ലെങ്കിൽ അത് കാണില്ലേ. അപ്പോൾ അത് ഞാൻ ഫിക്സ് ചെയ്തു. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ കാണാൻ? നിങ്ങൾക്കും ഇഷ്ടമായോ? ഐബക്കുട്ടിക്ക് ഈ ഹെയർ ബാൻഡ് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവില്ലേ? ഇഷ്ടമായാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ കാണുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.